അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാബാദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏറ്റവും വലിയ സമ്പാദ്യം എന്ത് എന്ന ചോദ്യത്തിന് വ്യത്യസ്തമായ ഉത്തരമാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. എൻ്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലിയ സമ്പാദ്യം, ജോലിയാണ്, വീടാണ്, വാഹനമാണ്, കൃഷിയാണ്, ഇണയാണ്, മാതാപിതാക്കളാണ് എന്നിങ്ങനെ വ്യത്യസ്തമായ ഉത്തരങ്ങളാണ് പലർക്കും പറയാനുള്ളത്. എന്നാൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മറുപടി നാം വളരെ ഗൗരവത്തോടുകൂടി വിലയിരുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം 34-ാമത്തെ ആയത്ത് ഇറങ്ങിയൊരു സന്ദർഭം, വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, വെള്ളിയും സ്വർണവും ശേഖരിച്ചു വെക്കുന്നവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആയത്താണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ, ലൗ അലിംന അയ്യുൽ മാലി ഖൈറുൻ ഫനത്തഖിദഹു, അല്ലാഹുവിൻ്റെ റസൂലേ, ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അത് ഞങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുന്ന ഒരു നാവ്, വഖൽബുൻ ഷാക്കിറുൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു ഹൃദയം, വസൗജത്തുൻ മുഅ്മിനത്തുൻ തുഈനുഹു അലാ ഈമാനിഹി, വിശ്വാസത്തിൽ അവനെ സഹായിക്കുന്ന വിശ്വാസിയായ ഒരു ഭാര്യ എന്നാണ്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മറ്റൊരു ചോദ്യം ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിക്കുന്നതും ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ശറാഇഅൽ ഇസ്ലാം ഖദ് കസുറത്ത് അലയ്യ ഫഅഖ്ബിർനി ബിശൈഇൻ, ഇസ്ലാമിൻ്റെ നിയമങ്ങളും ആരാധനകളും എനിക്ക് കൂടുതലായി തോന്നുന്നു, അതിനാൽ ഞാൻ ഉറച്ചു പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത്, ലാ യസാലു ലിസാനക് റത്ബൻ മിൻ ദിക്രില്ലാ, നിന്റെ നാവ് എല്ലായ്പ്പോഴും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നനവോടെ ഇരിക്കട്ടെ എന്നാണ്. ഈ 2 വചനങ്ങളിലും ശ്രദ്ധേയമായൊരു കാര്യം, ഏറ്റവും വലിയ സമ്പത്തായി പ്രവാചകൻ പഠിപ്പിക്കുന്ന ലിസാനുൻ ദാക്കിറുൻ എന്നാണ്. സ്ഥിരമായ ഒരു അമല് ചോദിച്ച വ്യക്തിയോടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് ദിക്റിനാൽ നനവുള്ള നാവ് എന്നാണ്. ഇസ്ലാമിൽ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, സ്വതക്ക, ജിഹാദ് തുടങ്ങി നിരവധി ഇബാദത്തുകളുണ്ട്. അവയെല്ലാം പാലിക്കാൻ ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് സ്ഥിരമായൊരു അമല് തേടുകയാൽ ജീവിതം മുഴുവൻ വിട്ടുപോവാതെ തുടരാൻ കഴിയുന്ന എളുപ്പമായതും മഹത്തായതുമായ ഒരു അമൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയോ, എല്ലാ ആരാധനകളുടെയും സാരാംശമാണ് ദിക്റുള്ള. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നനവുള്ള നാവെന്നാൽ മുടങ്ങാതെ ദിക്റുകൾ തുടരുക എന്നതാണ്. നിത്യജീവിതത്തിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട ഒട്ടനവധി ദിക്റുകൾ, ദുആകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു, ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തുടങ്ങിയ ദിക്റുകളുടെ വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട്. വിശ്വാസികളായ നാം ഓരോരുത്തരും ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി നിത്യജീവിതത്തിൽ അത് കൃത്യമായി പാലിച്ച്, പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളിൽ പരമാവധി അതിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകണം. ഇതിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഏകനായ റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി, എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക, നേർവഴി. Peace Radio. Tune to reality.